ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇടുക്കി സ്റ്റൈലിൽ ചക്കപ്പുഴുക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് പാത്രത്തിലാണോ പുഴുങ്ങേണ്ടത് ഈ ചക്ക അരിഞ്ഞത് അതിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ചക്ക അരിഞ്ഞത് കലത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് അരപ്പുണ്ടാക്കിയെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ അരപ്പ് ചേർത്താണ് അടുപ്പ് വെക്കുന്നത്. നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ചക്കപ്പുഴുക്കിൻ്റെ അരപ്പുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി എടുക്കുക. 3/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 തണ്ട് കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, പിന്നെ പാകത്തിന് വെള്ളം, ഉപ്പ്. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസ് ആദ്യമേ ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ തേങ്ങയും കൂടെ ഒന്നിച്ചിട്ട് ചതച്ചിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് അരഞ്ഞു പോകും. അത്ര അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇത് തേങ്ങ ഒന്ന് ഒതുങ്ങിയാൽ മതി. ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. ഇപ്പം ജസ്റ്റ് ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഈ തേങ്ങ ഒരു പിടിക്കണക്ക് പറയുകയാണെങ്കിൽ 2.5 പിടി തേങ്ങ ഉണ്ട്. ചക്കപ്പുഴുക്കിന് തേങ്ങ എടുക്കുമ്പം കുറച്ച് കൂടുതൽ തേങ്ങ എടുക്കണം. സാധാരണ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങാൻ എടുക്കുന്ന തേങ്ങയുടെ അളവിനേക്കാൾ കൂടുതൽ വേണം ചക്ക പുഴുങ്ങാൻ തേങ്ങ എടുക്കുമ്പോൾ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ചേർക്കണം നിർബന്ധമില്ല. മുഴുവൻ കുരുമുളക് വേണമെങ്കിലും ചേർത്തരച്ചാൽ മതി. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. മിക്സി ഒന്ന് ഓണാക്കി ഓഫാക്കി കൊടുത്ത് ചതച്ചെടുത്താൽ മതി. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഞാൻ ഈ തേങ്ങ ഒതുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ചക്ക അരിഞ്ഞു വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഈ ഉപ്പിട്ടതിൻ്റെ മുകളിൽ കൂടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പ് അങ്ങ് അലുത്തിറങ്ങിക്കോളും. ഇനി നമുക്ക് വേവിക്കാം. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കുകയാണ്. തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ആവി കയറിയതിന് ശേഷം നമുക്കിത് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇതിൻ്റെ ആവി പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ട് ആവി പോവാതെ നോക്കുക. ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഒട്ടും ആവി പോകാണ്ടിരിക്കും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്ക് ഇത് തുറന്നിട്ട് ഒരു തവി എന്തെങ്കിലും ഇറക്കി വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. വെള്ളം ഉണ്ടെങ്കിൽ തവിയിൽ നിന്ന് നന്നായിട്ട് ഇറ്റിറ്റ് വെള്ളം വീഴും. ഇപ്പോൾ ഈ തവി ഇതിപ്പോൾ ഡ്രൈ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലെ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഇളക്കി യോജിപ്പിക്കണം. ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. നമുക്കിനി ഇതൊന്ന് സെർവ് ചെയ്യാം. ഇതിനായിട്ട് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ബീഫ് കറിയാണ്. നാടൻ സ്റ്റൈലിൽ ബീഫ് കറി വെച്ചത്. ഈ ബീഫ് കറിയുടെ റെസിപ്പി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇടുക്കി സ്റ്റൈലിലുള്ള ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ ബൈ.